നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ധനം നമുക്ക് വേണം. ഈ കടം വരാതിരിക്കുകയും കടം വീടുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതിന് ധനസമൃദ്ധിക്കായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാന് ശുദ്ധമായ ചന്ദനമുട്ടി, നമുക്കറിയാം ചന്ദനമരത്തിൻ്റെ മുട്ടി കഷ്ണം വാങ്ങാൻ കിട്ടും. ഈ കളഭം ചാർത്തലിനൊക്കെ ചന്ദനം അരച്ചിട്ടാണ് ചന്ദനം ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ദിവസം ശ്രീകൃഷ്ണ ഭഗവാന് ശുദ്ധമായ ചന്ദനമുട്ടി സമർപ്പിച്ച് ഞായറാഴ്ച ദിവസം താമര ഇതളുകൾ കൊണ്ട് അർച്ചന നടത്തിയാൽ തീർച്ചയായും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സമ്പത്ത് വന്ന് നിറയുകയും അത് നമുക്ക് അനുഭവയോഗ്യമായി തീരുകയും ചെയ്യും. സമ്പത്തുണ്ടാവാൻ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. സമ്പത്തുണ്ടായാൽ മാത്രമല്ല അത് നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാവണം. എല്ലാം എടുത്തു തീർക്കാതെ നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറുവാനും കൂടിയുള്ള യോഗമുണ്ടാകുമ്പോഴാണ് ആ സമ്പത്തിൻ്റെ യഥാർത്ഥ അവകാശം നമ്മളാവാവുന്നത്. സമ്പത്ത് ഉണ്ടാകുക, അത് സംരക്ഷിക്കുകയും ചെയ്യുക, അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാനുള്ളതാവണം. പിന്നെ ഒന്നും നമ്മുടെ ആവശ്യത്തിന് പോലും ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. സമ്പത്ത് ഉപയോഗിക്കുകയും സംതൃപ്തിയോടുകൂടി നമ്മൾ അനുഭവിക്കുക, അനുഭവിച്ചതിന് ശേഷം വരും തലമുറയ്ക്കായി കാത്ത് സൂക്ഷിക്കാവുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചിലപ്പോൾ മുതലുകൾ ചില സമയത്ത് നമുക്കത് കൂടുതൽ ധനമുണ്ടാക്കാനുള്ള തത്രപ്പാടിലാവാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വരാം. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ ഉടനെ തന്നെ ഞായറാഴ്ച എല്ലാവരും കൂടി, കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒന്ന് ബാധ്യതകളെക്കുറിച്ച് കുട്ടികളെ കൂടി ബോധ്യപ്പെടുത്തണം. അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന ആ അണുകുടുംബത്തിൽ കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട്, മക്കളെ കുറച്ച് നമുക്കിപ്പോൾ സാമ്പത്തികത്തിന് ചെറിയൊരു ടൈറ്റ് വന്നിട്ടുണ്ട്, അച്ഛന് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ് ഇത്തിരി മോശമായി പോയി എന്ന് പറഞ്ഞ് സംസാരിക്കുകയും നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് ഒരുമിച്ചിരുന്ന് ഒരർച്ചന നടത്താം. ഒരു താമര മേടിക്കുക, അത് ചെന്താമര ആയിക്കൊള്ളട്ടെ, വെള്ളത്താമര ആയിക്കൊള്ളട്ടെ, ഇനി റോസ് നിറത്തിലുള്ള താമര ആയിക്കോട്ടെ, താമര എടുത്ത് അതൊക്കെ ഇതളുകളെല്ലാം അടർത്തിയെടുത്ത് ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. അല്ലെങ്കിൽ നെയ്വിളക്ക് വേണമെന്നൊന്നുമില്ല, എണ്ണ വിളക്കായാലും കുഴപ്പമില്ല. 4 പേരോ 5 പേരോ ഒരു വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്നിരുന്നുകൊണ്ട്, മുത്തശ്ശനോ മുത്തശ്ശിയോ മാമനോ അമ്മായിയോ ആരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട്, ഇപ്പം കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ 1 or 2 താമര ഇതളുകൾ എടുക്കുക. താമര ഇതളുകൾ ആദ്യം ഉരുക്കി വെക്കണം. ഏറ്റവും ചെറിയ ഇതളുകളും കൂടെ ഉരുക്കി വച്ചതിന് ശേഷം ഭഗവാന്റെ ഒരുപാട് നാമങ്ങൾ നമുക്കറിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നറിയാം, ഓം നമോ നാരായണായ എന്നറിയാം, വെറും നാരായണ എന്ന് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. അല്ലെങ്കിലോ അച്യുതായ നമ എന്ന് പറയാം, ഗോവിന്ദായ നമ എന്ന് പറയാം, അല്ലേ, മാധവായ നമ എന്നറിയാം, ശ്രീധരായ നമ എന്നറിയാം. നമുക്ക് ഒരുപാട് ഭഗവാന്റെ നാമങ്ങൾ അറിയാം. വിഷ്ണു സഹസ്രനാമം എടുത്താൽ ഭഗവാന്റെ 1000 നാമങ്ങളേ ഉള്ളൂ. അപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭഗവാന്റെ നാമം ചൊല്ലി എല്ലാവരും ഒരേ നാമം എല്ലാവരും ചൊല്ലുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ അത് എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് വരില്ല. അപ്പം ഏറ്റവും എളുപ്പം ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് നമ്മൾ താമര ഇതിലെടുത്തു, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓം നമോ നാരായണായ നിലവിളക്കിനെ വിഷ്ണുവായി സങ്കല്പിച്ചിട്ട് ആദ്യം തന്നെ വിഷ്ണു ഭഗവാനോട് പറയണം. എല്ലാവരും വന്ന് വിളക്ക് കൊളുത്തി താമരയിതളുകൾ എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. അപ്പോൾ താമരയിതളുകൾ കൊടുത്തതിന് ശേഷം എല്ലാവരോടും മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കൈയൊക്കെ നനച്ച് ശുദ്ധമായി വന്നിരുന്നതിന് ശേഷം ഒരു തുളസിയിലയിൽ ഇത്തിരി കളഭമൊക്കെ ചാടിച്ചിട്ട് ആ വിഷ്ണു ഭഗവാനിൻ്റെ വിളക്കിലേക്ക് നമ്മൾ ആവാഹിച്ചങ്ങ് വയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി.
ഭഗവാൻ നമ്മൾ വിളിച്ചെടുത്ത് വന്നു, ഭഗവാനെ ഇതാ അവിടത്തേക്ക് ഞങ്ങൾ അർച്ചന ചെയ്യാണ്, നമ്മളുടെ സാമ്പത്തികമൊന്ന് മെച്ചപ്പെടുത്തി തരണം, എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എളുപ്പം ചെല്ലാവുന്ന ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ട് ആ താമര ഇതളുകൾ മുഴുവൻ ഭഗവാന്റെ പാദമായി സങ്കല്പിച്ചുകൊണ്ട് നിലവിളക്കിൻ്റെ തട്ടത്തെ സമർപ്പിക്കുക. തട്ടത്തിലാണ് നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. ആ നിലവിളക്കിലാണ് നമ്മൾ ഈ ഇതളുകൾ മുഴുവൻ സമർപ്പിക്കുന്നത്. അവസാനം ഒരു പറ്റുവാണെങ്കിൽ, നിങ്ങളുടെ സാഹചര്യം അനുകൂലമാണെങ്കിൽ, ഇത്തിരി കൽക്കണ്ടവും ഇത്തിരി ശർക്കരയും ഒരു പൂവമ്പഴവും നേദിക്കാൻ വെച്ചാൽ ഏറ്റവും സന്തോഷമായി. ഒരു ത്രിമധുരം വച്ചിട്ട് ഭഗവാൻ അർച്ചന നടത്തി അത് കഴിഞ്ഞ് മുഴുവൻ നാമവും ചൊല്ലി എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കർപ്പൂരം കൊണ്ട് ഒരു ആരതിയും കൂടെ കൊടുത്താൽ സന്തോഷമായി. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനൊരു ചന്ദനമുട്ടി സമർപ്പിച്ചു. അതിനുശേഷം താമര ഇതളുകൊണ്ട് ഞായറാഴ്ച കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നിരുന്ന് ഒരു അർച്ചന നടത്തി, ഒരു നാമം. ഈ ഞായറാഴ്ച നമ്മൾ ഓം നമോ നാരായണയാണെങ്കിൽ അടുത്ത ആഴ്ചയിലും വേണമെങ്കിൽ ഓം നമോ നാരായണ തന്നെ ചൊല്ലാം. അല്ല, ഇനി ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണെങ്കിലും, ഓം അച്യുതായ നമ എന്നാണെങ്കിലും, ഓം മാധവായ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഭഗവാന്റെ പേര് പറഞ്ഞ് അർച്ചന ചെയ്യാം. അങ്ങനെ സമൃദ്ധി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പൈസ എടുത്തിട്ട്, കുറച്ച് പൈസ മതി, ഒരു നാണയം നന്നായിട്ട് ഈ വിളക്കിൻ്റെ ഇതിൽ വച്ചിട്ട് നമ്മൾ അർച്ചന ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ നാണയം എടുത്ത് പേഴ്സിൽ വെച്ചിട്ട് ആ പേഴ്സ് എപ്പോഴും ഇടത്തെ പോക്കറ്റിൽ വയ്ക്കുക. പുരുഷൻ്റെ ഇടതുവശത്ത് മഹാലക്ഷ്മിയുടെ സ്ഥാനമാണ്. ലക്ഷ്മിയാലിംഗിത വാമാങ്കി എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി വാമത്തിൽ വച്ചിരിക്കുന്നു. അപ്പോൾ ഇടതുവശത്ത് വെച്ച് ആ ഗ്രഹനാഥൻ ആ പൈസ ഒരു നാണയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആ പൈസ പേഴ്സിൽ വെച്ച് ഇടത്തെ പോക്കറ്റിൽ വെച്ചോളൂ. അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ വാനിറ്റി ബാഗിൽ സൂക്ഷിച്ചോളൂ. തീർച്ചയായിട്ടും പണത്തിനൊരു മുട്ടും ഉണ്ടാവില്ല. വേണമെങ്കിൽ 2 ഏലയ്ക്ക വേണമെങ്കിലും വയ്ക്കാം, 2-3 ഏലയ്ക്കയും പച്ചക്കർപ്പൂരവും വേണമെങ്കിൽ കൂട്ടത്തിൽ വയ്ക്കാം. പിന്നെ ഏലയ്ക്ക കൊണ്ട് അർച്ചന ചെയ്താലും ഭയങ്കര അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ഇനി പൈസയൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം പണപ്പെട്ടിയിൽ. പണ്ടൊക്കെ പണപ്പെട്ടി ചുവന്ന പട്ടിൽ പൊതിഞ്ഞൊക്കെയാണ് പണം വെച്ചിരുന്നത്. അന്ന് ഇതുപോലെ ലോക്കറുകളൊന്നും ഇല്ല, ബാങ്കിലും അധികം വയ്ക്കാൻ പറ്റില്ല. ഉള്ള പൈസ പണപ്പെട്ടിയിൽ സൂക്ഷിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് വെൽവെറ്റ് പെട്ടികളൊക്കെ ഉണ്ട്, പണപ്പെട്ടിയിൽ സൂക്ഷിക്കാം. കഴിഞ്ഞ് ബാങ്കിലാണ് സൂക്ഷിക്കണമെങ്കിൽ അതിൻ്റെ ATM കാർഡൊക്കെ വളരെ ഭദ്രമായി സൂക്ഷിക്കുക. ഫോണാണെങ്കിൽ ഫോണിലാണല്ലോ ഇപ്പോഴത്തെ ഇടപാടുകൾ മുഴുവൻ. GP ആയിട്ടും ഫോൺപേ ആയിട്ടും Paytm ആയിട്ടും ഒക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ വിരൽ തുമ്പിനാണ് ഒരുപാട് പ്രാധാന്യം. അപ്പോൾ കുറച്ച് മുല്ലപ്പൂക്കൾ ഇതൊക്കെ പേഴ്സിനകത്ത് ഇതൊക്കെ സൂക്ഷിക്കുന്ന, നമ്മുടെ കാർഡുകളും ഒക്കെ സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഫോണിലുമൊക്കെ അതൊക്കെ സൂക്ഷിക്കുന്നിടത്ത് 2-3 മുല്ലപ്പൂക്കൾ, ഈ കുടമുല്ലപ്പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്കപ്പൂ, ഇങ്ങനെ ഒരുപാട് ഇതളുകളുള്ള പൂവ്, രാത്രി ഉണരുന്ന പൂവുകൾക്ക് ഒരുപാട് സുഗന്ധമുണ്ട്. അപ്പം ആ മുല്ലപ്പൂവിന് 2-3 മുല്ലമൊട്ടുകൾ മേടിച്ച് സന്ധ്യയ്ക്ക് അർച്ചന ചെയ്തിട്ട് അതും ആ പണപ്പെട്ടിയിൽ സൂക്ഷിച്ചാൽ പൈസ കുന്നുപോലെ വരുമെന്നാണ് പറയുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ പണത്തോടൊപ്പം സൂക്ഷിക്കുന്നതും വളരെ പോസിറ്റിവിറ്റിയാണ്. ഒരുപാട് ധനം വന്ന് നിറയുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുപോലെ നമ്മൾക്ക് പണം കിട്ടി വരുമ്പോൾ തന്നെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർക്കും. പക്ഷെ ഒരിക്കലും ഇപ്പം നമ്മളോട് ആരെങ്കിലും വന്ന് നമ്മളോ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴായിരിക്കും അത്യാവശ്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ചില പ്രത്യേക നക്ഷത്ര ദിവസങ്ങളിൽ പണം കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ കാർത്തിക നാളിൽ പണം കൊടുത്താൽ കിട്ടില്ല. രേവതി നാളിൽ പണം കൊടുത്താൽ അവർക്കും അത് പ്രയോജനപ്പെടുകയില്ല. ചിത്ര നാളിൽ പണം കൊടുത്താൽ, കാർത്തിക, ഉത്രം, ചിത്ര, മകം, അതുപോലെ തന്നെ രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളിൽ പണം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുതെന്നാണ് പറയുന്നത്. കൈകൊണ്ട് കൊടുക്കരുത്. അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക്, ഒരു ദിവസവും ത്രിസന്ധ്യ സമയത്ത് മഹാലക്ഷ്മി വീടുകളിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വരുന്ന സമയത്ത് പണം എന്നല്ല, പാല്, തൈര്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒന്നും ആർക്കും കൊടുക്കരുത്.
അതുപോലെ പണവും കൊടുക്കരുത്. കൊടുത്താൽ നമ്മുടെ ലക്ഷ്മി ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. ഇനി കടമായിട്ട് ആരെങ്കിലും വന്നാൽ കടമായിട്ട് കൊടുക്കാൻ സഹായിക്കാൻ നമ്മൾക്ക് കഴിയില്ലെങ്കിൽ കുറച്ച് ഇപ്പം 1000 രൂപ വന്ന് ചോദിച്ചവർക്ക് ഒരു 10 രൂപയെങ്കിലും കൊടുത്തിട്ട് ഇത് എൻ്റെ കയ്യിലുള്ളൂ, തൽക്കാലം ഇത് സ്വീകരിച്ചാലും കൂടുതൽ തരാൻ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് വെറും കൈയോടെ മടക്കാതെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അത് ദാനമാണ്, ഇനി തരണ്ട കേട്ടോ, കിട്ടുകയാണെങ്കിലും അത് തരണ്ട, പക്ഷെ ഇപ്പോൾ എനിക്ക് ഇതേ ഉള്ളൂ എന്ന് പറയുക. അവരത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്നത് എന്താവശ്യത്തിന് വരുന്നവരും ഒരാൾ ഒരു പണം കടം ചോദിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഗതികേട് കൊണ്ടാവും. അപ്പോൾ തീർച്ചയായും അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യാതെ അവരുടെ ദുഃഖം എന്തെന്ന് വെച്ചാൽ കേട്ടിട്ട് ഇതേ ഉള്ളൂ കേട്ടോ എന്ന് പറയുക. അപ്പോഴൊരു ശത്രുത ഉണ്ടായാൽ പോലും സാരമാക്കേണ്ടതില്ല. അതുപോലെ തന്നെ ദാനം ചെയ്യണം. നമുക്ക് പൈസ വന്നു ചേരുന്നതിനനുസരിച്ചിട്ട് വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പണം വന്ന് നിറയും. കിട്ടുന്നതിൻ്റെ ഒരംശം ദാനം ചെയ്യാൻ മറക്കരുത്. ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ വഴിപാടിനായി കടം വാങ്ങി വഴിപാട് കഴിക്കുന്നത് നന്നല്ല. അപ്പോൾ തീർച്ചയായിട്ടും ധനസമൃദ്ധിക്കായിട്ട് മഹാവിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഒരു നാമം താമരപ്പൂ കൊണ്ട് ഞായറാഴ്ച ദിവസം അർച്ചന ചെയ്യുന്നതും സാമ്പത്തിക ഭദ്രതയ്ക്ക് നല്ലതാണ്. കാർത്തിക, ഉത്രം, മകം, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളിൽ പണം കടം കൊടുക്കാതിരിക്കുന്നതും നല്ലതാണ്. ആ ദിവസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം തീർച്ചയായിട്ടും ധനസമൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലൂ. ഭഗവാൻ ഒരു ചന്ദന കഷ്ണം സമർപ്പിക്കൂ, ആവശ്യങ്ങൾ പറയൂ. ഞായറാഴ്ച ദിവസം കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് വിഷ്ണുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് അർച്ചന ചെയ്യൂ. തീർച്ചയായും ഫലം ഉണ്ടാകും. അർച്ചന ചെയ്ത പൂക്കൾ ഒരിക്കലും മറ്റുള്ളവർ ചവിട്ടാനിടവരാതെ ചെടികൾക്ക് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നന്ദി, നമസ്കാരം.